ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശന വേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158ാമത് റെഗുലർ കോഴ്സിന്റെയും 141ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുടെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PP കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരീത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി M. ജോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ
വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതികവിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവെച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6ഓളം കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്ത മാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ G. ബൈജു ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.